ഹായ് ഓൾ. റെയിൽവേ ഗ്രൂപ്പ് ഡി 2025ന്റെ എക്സാം നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്? ഏത് മാസത്തിൽ പ്രതീക്ഷിക്കാം? അതുമല്ല, നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതുപോലെ അതിന് വേക്കൻസീസ് വന്നിട്ടുണ്ടോ? അത് മാത്രമല്ല, നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പോൾ ഈ സംശയങ്ങൾക്ക് എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നമുക്ക് റെയിൽവേയുടെ ഒരു പുതിയ ആനുവൽ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അത് 2026, 2027ലേക്കുള്ള കലണ്ടറാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൻ പ്രകാരമാണെങ്കിൽ നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി 2026 പരീക്ഷയുടെ നോട്ടിഫിക്കേഷന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2025 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഏതിലായിരിക്കും? നമ്മുടെ 2025ന്റെ ആനുവൽ കലണ്ടർ പ്രകാരമാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലെവൽ 1. ഈ ലെവൽ 1 പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ. അപ്പൊ ഈ ലെവൽ 1 പോസ്റ്റുകളുടെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഒരു പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 2025 അവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസങ്ങൾ അല്ലെങ്കിൽ ഡിസംബർ ടു ജാനുവരി ആ ഒരു ടൈമിൽ നമുക്ക് ഷോർട്ട് നോട്ടീസ് വരികയും അതുകൂടാണ്ട് നമുക്ക് വേക്കൻസീസ് ഡിസംബർ മാസത്തിൽ തന്നെ നമുക്ക് അപ്ഡേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യവും റെയിൽവേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമുക്ക് റെയിൽവേയുടെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിയുടെ എന്താണ് വേക്കൻസി അപ്ഡേറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ എക്സാമിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു ചെറിയ ഊഹാപോഹങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുന്നേ എത്രയാണ് വേക്കൻസീസ്? ഞാൻ പറഞ്ഞു നമുക്ക് അതൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ടോട്ടൽ 22,000 വേക്കൻസീസ് ആണ് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. 2024 32,000 അധികം വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നമുക്ക് അത് പ്രതീക്ഷിക്കാം. കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 22,000 ആണ് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണുക. ഇനി എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? 10 പ്ലസ് ITI എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അത് 2024 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു കേസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള ഒരു കേസ് അപ്ഡേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു വിധി പ്രകാരം 10th പാസ്സായ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ ITI പാസ്സായവർക്കും ചെയ്യാൻ പറ്റും. അതായത് 10th പ്ലസ് ITI പാസ്സായവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നിലവിൽ അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോ നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും അതുപോലെ 2026 ഗ്രൂപ്പ് ഡിക്കും നമുക്കത് അങ്ങനെ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10th ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ പറയുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ ആ ഡൗട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ? 2025 നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇപ്പൊ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷ 2024 വിളിച്ചിട്ടുള്ളതാണ്. നോട്ടിഫിക്കേഷന്റെ ആണ്. അപ്പൊ 2025 നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും ജനുവരി 16 ശേഷമാണ്. അപ്പൊ ജനുവരി 16 വരെ നമുക്ക് 2024 എക്സാം നടക്കുന്നുണ്ട്. 2024 വിളിച്ച നോട്ടിഫിക്കേഷന്റെ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ 2025 ജനുവരി 16 ശേഷം എപ്പോഴും വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിനിടയിൽ വെച്ച് നമുക്ക് ഷോർട്ട് നോട്ടീസ് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതേ ടൈമിൽ തന്നെ നമുക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടും നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റുകൾ ഏതൊക്കെയാണ്? 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പോ ഞാനിവിടെ നമുക്ക് ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോ പോസ്റ്റുകൾ വൈസ് ഞാൻ ഇതിനകത്ത് പറയുവാണ്. ആദ്യത്തത് ഞാൻ പോയിന്റ്സ്മാൻ ബി എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ പോയിന്റ്സ്മാൻ ബി എന്താണ് ഞാൻ ആദ്യം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കേരളത്തില് തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു വൺ ഓഫ് ദ പോസ്റ്റ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്.
ഇതിൽ കുറെ പോസ്റ്റുകൾ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ വരുന്ന പോസ്റ്റുകൾ, അതായത് നമുക്കില്ല, അത് ചെന്നൈയിലാണ്. അപ്പൊ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെന്നൈ അത് കിട്ടുകയാണെങ്കിൽ ചെന്നൈയിലായിരിക്കും നമുക്ക് അവിടെ എന്താണ് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് അവിടെ ഉള്ളതാണ്. ബാക്കിയുള്ളതിൽ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് നമ്മുടെ നേറ്റീവിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതിൽ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഗേൾസിനും എന്താണ് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്. പോയിന്റ്സ്മാൻ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയിന്റ്സ്മാൻ ബിയുടെ പ്രൊമോഷൻ തന്നെ അങ്ങനെയാണ്. അതായത് പോയിന്റ്സ്മാൻ ബിയുടെ പ്രൊമോഷൻ തന്നെ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരെ എത്താൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി. അപ്പൊ പോയിന്റ്സ്മാൻ ബി കഴിഞ്ഞ് ഇതൊരു ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ്സ്മാൻ എ ആയിട്ടാണ്. അതെല്ലാം പ്രൊമോഷണൽ വൈസ് വരുന്ന പോസ്റ്റുകളാണ്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് തന്നെ എന്താണ് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് പോയിന്റ്സ്മാൻ ബി. അപ്പൊ എന്താണ് ഈ പോയിന്റ്സ്മാൻ ബിയുടെ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു എന്താണ് ജോലി എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേഷൻസിൽ നമുക്കറിയാം, ഇപ്പോ ജംഗ്ഷൻസ്, നമ്മുടെ റെയിൽവേ ജംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവേഴ്സ്, റെയിൽവേ ലിവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക, നമ്മുടെ ട്രാക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മാനുവലി ഓപ്പറേറ്റിംഗ് ട്രാക്കുകൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പോയിന്റ്സ്മാൻ ബിയുടെ ഡ്യൂട്ടി. അത് മാത്രമല്ല, ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഡ്യൂട്ടി പറയുകയാണെങ്കിൽ അറിയാം, നമുക്ക് എൻട്രിങ് ആൻഡ് എക്സിറ്റും കാര്യങ്ങളും ഒക്കെ സ്റ്റേഷൻ മാസ്റ്റർ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റേഷന്റെ കൺട്രോൾ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്ത്, അതായത് ആ സ്റ്റേഷന്റെ ഏറ്റവും അറ്റത്ത് ഒരാൾ നിൽക്കുന്നത് കാണാം. അവരുടെ കയ്യിൽ ഫ്ലാഗ്സ് ഉണ്ടാവും, ഗ്രീൻ ആൻഡ് റെഡ് ഫ്ലാഗ്. അപ്പം അത് വെച്ചിട്ട് എന്താണ് ആ ഒരു സിഗ്നൽ കാണിക്കുന്നതും ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി തന്നെയാണ്. അപ്പം ഫ്രീ ട്രെയിൻ മൂവ്മെന്റ് വേണ്ടിയിട്ടുള്ള ലിവേഴ്സ്, ഫ്ലാഗ്സ്, അതുപോലെ തന്നെ ലാംപ്സ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ട്രെയിൻ ലിവിങ്, അതുപോലെ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്തത് പോയിന്റ്സ്മാൻ ബി ആണ്. അതുപോലെ ലിവേഴ്സിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക, ഷണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടും കപ്ലിംഗ് ആൻഡ് അൺകപ്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റേഷൻ മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പണികളാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബിയുടെ ജോബ് എന്ന് പറയുന്നത്. ഏകദേശം 5000 വേക്കൻസി ആണ് ഇപ്പോഴത്തെ 2025 അപ്രൂവ്ഡ് വേക്കൻസീസ് നമുക്ക് കൂടാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ ട്രാക്ക് മെഷീനറീസ് ഉണ്ടായിരിക്കും. ഇത് ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ മെഷീനറീസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രാക്ക് മെഷീൻ ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അപ്രൂവ്ഡ് വേക്കൻസീസ് വന്നിട്ടുള്ളത് 600 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കൂടാനുള്ള സാധ്യത ഞാൻ വീണ്ടും പറയാണ്, അത് കൂടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ റെയിൽവേ ബ്രിഡ്ജസ്, റെയിൽവേ ട്രാക്സ്, അപ്പൊ ഇതിലൊക്കെ വരുന്ന ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ്മാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പയർ ചെയ്യുക, റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ടോട്ടൽ 600 അപ്രൂവ്ഡ് വേക്കൻസീസ് ആണ് ഇപ്പം അസിസ്റ്റന്റ് ബ്രിഡ്ജ്മാന് ആ ഒരു ബ്രിഡ്ജ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാക്ക് മെയിനർ. അപ്പൊ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പരിചിതമായിട്ടുള്ള ഒരു എന്താണ് പോസ്റ്റാണ് ട്രാക്ക് മെയിനർ, അല്ലെ? അതായത് ട്രാക്ക് മാൻ, നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ ട്രാക്ക് മാൻ, അല്ലെങ്കിൽ നമുക്കറിയാം കീ മാൻ. ഇവരെന്തിനാ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാല് ട്രാക്കിന്റെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ട്രാക്കിൽ കൂടെ ഇതുപോലെ ട്രാക്ക് മാൻമാർ നടക്കുന്നത് കാണാൻ പറ്റും. അവരിങ്ങനെ ഒരു അയൺ റോഡ് വെച്ചിട്ട് ഇങ്ങനെ റെയിൽ ഇങ്ങനെ തട്ടി എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനെ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാക്ക് മെയിൻ്റനറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഡിഫക്റ്റ് ഒക്കെ ഫിക്സ് ചെയ്യുക, ഓബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന വേക്കൻസിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് ട്രാക്ക് മെയിൻ്റനറിനാണ്. 11,000 വേക്കൻസി ആണ് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് PV ആണ്, പെർമനന്റ് വേ ആണ്. അസിസ്റ്റന്റ് PV എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ റോൾ ആണ്, ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ റോൾ ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റേഷൻസിലൊക്കെ നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ അവരുടെ പവർ സപ്ലൈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അതിനെ അസിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ ലോക്കോമോട്ടീവ്സിന്റെ എന്താണ് പവർ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യുക. അതുപോലെ ഇതൊരു കംപ്ലീറ്റ്ലി ഫീൽഡ് വർക്ക്. ഇതിലുള്ള ഏകദേശം എല്ലാ പോസ്റ്റുകളും ഫീൽഡ് വർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ പവർ ഫ്ലോ ഒക്കെ സ്മൂത്ത് ആക്കുക, അതിനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് PVയുടെ ഡ്യൂട്ടി വരുന്നത്. 300 വേക്കൻസീസ് ആണ് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ളത്.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് TRD ആണ്. അസിസ്റ്റന്റ് TRD വരുന്ന സമയത്ത് ട്രാക്ഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോ ഇതില് ട്രാക്ക് ഇൻസ്പെക്ഷൻസ് ഒക്കെ തന്നെയാണ്. ട്രോളി റൗണ്ട്സ് അതൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ റിപ്പയർ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാലസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൺസ്ട്രക്ഷനിലൊക്കെ കൊണ്ടുപോകുന്ന വലിയ ഹെവി വെഹിക്കിൾസ് ആണ്. അപ്പൊ അതിന്റെ ബാലസ്റ്റ് വർക്കുകൾ ചെയ്യുക, ജംഗിൾ ക്ലിയറിംഗ് ചെയ്യുക, ടൂൾ മാനേജ്മെന്റ് ചെയ്യുക, ലാൻഡ് ബൗണ്ടറി അപ്കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് പറയുന്ന അസിസ്റ്റന്റ് TRDയുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പെർമനന്റ് വേ ഇൻസ്പെക്ടറിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 800 അപ്രൂവ്ഡ് വേക്കൻസീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ലോക്കോ ഷെഡുകൾ ഉണ്ടായിരിക്കും. ലോക്കോ ഷെഡുകളിൽ നമ്മുടെ ട്രെയിൻസിനെ റിപ്പയർ ചെയ്യുക, അതിനെ ഓവർഹോൾ ചെയ്യുക, അതുപോലെ കോച്ചസ് ഒക്കെ എന്താണ് ചെക്ക് ചെയ്യുക, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, സ്പെയർ പാർട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് നമ്മുടെ പാസഞ്ചർ ട്രെയിനും വരും, ഫ്രീറ്റ് ട്രെയിനും വരും. അതുപോലെ തന്നെ 200 അപ്രൂവ്ഡ് വേക്കൻസീസ് അവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് അസിസ്റ്റന്റ് ഓപ്പറേഷൻ ആണ്. അസിസ്റ്റന്റ് ഓപ്പറേഷൻ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, ഇപ്പം ലോക്കോമോട്ടീവ്സിനകത്ത് അല്ലെങ്കിൽ എമൂസിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, ഇപ്പൊ ലൈറ്റ്സ് വരാം, ഫാൻസ് വരാം, ACs വരാം, ഇതിന്റെയൊക്കെ മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ സ്മൂത്ത് പവർ സപ്ലൈ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ സീനിയർ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ടെക്നിക്കൽ ചെക്സുകൾ പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ ഡേ ടു ഡേ നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ അപ്കീപ്പ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതായത് ട്രെയിൻ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് അസിസ്റ്റന്റ് ഓപ്പറേഷന്റെ ഒരു ജോലി ഭാഗമായിട്ട് വരുന്നത്. ഇതും നമുക്ക് പറയാം 500 വേക്കൻസീസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോവാം. അസിസ്റ്റന്റ് TL ആൻഡ് AC. ഈ TL ആൻഡ് AC എന്ന് പറഞ്ഞാൽ ട്രെയിൻസ് ലൈറ്റ് ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. അപ്പൊ നമ്മുടെ ട്രെയിനുകളിൽ ലൈറ്റും അതുപോലെ എന്താണ് എയർ കണ്ടീഷനിങ്ങും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിന്റെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, അതിന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അത് പാസഞ്ചർ കോച്ചസിൽ വരാം, കോച്ചസിലാണ് കൂടുതലും. അവരുടെ ആ ഒരു എന്താണ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ AC പ്ലാന്റ്സിലൊക്കെ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്താണ് കറക്റ്റ് ആയിട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന TL ആൻഡ് ACയുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ 500 വേക്കൻസീസ് ആണ് ഇവിടെ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് TL ആൻഡ് AC. ഓക്കെ, ഇനി നെക്സ്റ്റ് അസിസ്റ്റന്റ് കാരിയർ ആൻഡ് വാഗൻ ആണ്. അതായത് നമ്മുടെ വാഗൻ കാരിയറിന് നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഈ പറയുന്ന കോച്ചസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പാസഞ്ചർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കോച്ചസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ക്ലീൻ ചെയ്യുക, എന്താണ് ബേസിക് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക റെയിൽവേ കോച്ചസിന്. അതുപോലെ തന്നെ നമുക്ക് പറയാം വാട്ടറിങ്, കറക്റ്റ് വാട്ടറിങ് ചെയ്യുക, ഗാർബേജ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ ടെക്നീഷ്യൻസിനെ ആ ഒരു റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ടെക്നീഷ്യൻ അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അസിസ്റ്റന്റ് C&W ജോലി എന്ന് പറയുന്നത്. 1000 ആണ് അപ്രൂവ്ഡ് വേക്കൻസി അവിടെ വന്നിട്ടുള്ളത്. അപ്പോ 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് ആക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. നെക്സ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സേഫ് ട്രെയിൻ മൂവ്മെന്റിന് വേണ്ടിയുള്ള സിഗ്നലിംഗ് സിസ്റ്റംസ് അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് S&T എന്ന് പറയുന്നത്. അപ്പം ഇതില് നമ്മൾ ഓരോ സ്റ്റേഷനിൽ ഇപ്പൊ എല്ലാ പോസ്റ്റുകളും വരണമെന്നില്ല. അപ്പം ഇത് മാറിയും തിരിഞ്ഞും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ അത് ചെയ്യേണ്ടതായിട്ട് വരും. ടോട്ടൽ 1500 ആണ് ഇപ്പൊ വന്നിരിക്കുന്ന അപ്രൂവ്ഡ് വേക്കൻസീസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് അകത്ത് വരുന്ന എന്താണ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്. അപ്പം ജസ്റ്റ് എന്റെ ജോബ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ 2024 ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ പഠിത്തം നിർത്തരുത്. ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരെയാണ് ഗ്രൂപ്പ് ഡിയുടേത്. അപ്പോൾ വിത്തിൻ മന്ത്സിന്റെ ഉള്ളിൽ വെച്ച് തന്നെ, അതായത് നമുക്ക് ഒരു ടൈം ഉണ്ടല്ലോ ഓരോ എക്സാമിന് വേണ്ടി. അപ്പം എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ടൈം കിട്ടും. അപ്പോൾ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോഴെന്താ
എന്താണോ നിങ്ങൾക്ക് എക്സാമിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കണക്കിന് എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് അത് ക്ലിയർ ചെയ്ത് നമ്മൾ ആ പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പം പഠിത്തം ഒരിക്കലും നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി 1 ഇയർ പ്ലാൻ കോഴ്സസ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പൊ ഫ്യൂച്ചർ ഫെസ്റ്റ് കൂടെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് 40% ഓഫറും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ഫ്യൂച്ചർ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ബാച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുട്ടികളിൽ 3 പേർക്ക് എന്താണ് അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റിയും കൂടെ ഇപ്പം നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ 1 ഇയർ പ്ലാൻ കോഴ്സസ് ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അപ്പം ഈ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഒത്തിരി ഇൻഫർമേഷൻ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ പോലും നിങ്ങൾക്ക് സ്കിപ്പായി പോകരുത്, എല്ലാം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി വീണ്ടും വിളിക്കുകയാണ്. ഒട്ടും തന്നെ ബാക്ക് ടു ബാക്ക് നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കാനുള്ളത് നിങ്ങൾ ഒരിക്കലും അത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. പഠിക്കേണ്ട സമയത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്ത് പോവുക. പുതിയ കുട്ടികൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തേക്കുക. പുതിയ കുട്ടികൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ ബാച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം. അതായത് എൻക്വയറി നടത്തി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇന്നത്തേക്ക് ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്, നിങ്ങൾ നാളത്തേക്ക് ഒരിക്കലും മാറ്റി വെക്കരുത്. പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് വേണ്ടത്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി അറിയാൻ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു, ബൈ.